ഇല്ല, ഞാൻ പിന്നെ കണ്ടില്ലല്ലേ. ഓ ഓ, ഞാൻ തിരക്കെന്ന് പറയാം. ഓക്കെ ഓക്കെ. മെമ്പറെ, പോലീസ് നമ്മളെ സുധിയെ തിരക്കിയാണല്ലോ നടക്കുന്നത്. അവനാണോ ഇനി മുരളിയെ? പോലീസിന് അവനെയാണ് സംശയം. അവനെ പിടിച്ചിട്ടുണ്ട്. പോലീസ് ചെന്നപ്പോ അവൻ ഇറങ്ങി ഓടിയെന്ന്. തെറ്റ് ചെയ്തില്ലെങ്കിൽ അവൻ ഓടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ പിന്നെ ആവശ്യമുള്ള അടിയും കിട്ടി കാണും പോലീസിന്റെ വക. എന്താ ചെയ്യാനാ? അവരെ കൂട്ടുകാരെയും പൊക്കിയിട്ടുണ്ട്. ഓ, അപ്പൊ അവരും ഉണ്ടോ? കാണുമായിരിക്കും. പോലീസ് ചെന്നപ്പോഴത്തേക്ക് അവന്റെ കൂടെ എവരും ഉണ്ടായിരുന്നു. എന്തായാലും സത്യം തെളിയട്ടെ. ഇത്ര പാവപ്പെട്ടവനെ കൊന്നതല്ലേ? ഉപ്പ് തിന്നോ വെള്ളം കുടിക്കും. അവരെല്ലാം വിളിയോടോ? ഇതെന്താ? ഇവരെല്ലാം പുറത്തിറക്കിയാണ്. നിന്റെ ആരെ നിങ്ങൾ എത്ര കേട്ടാ സത്യം പറയാ? കൊന്നവൻ തന്നെയാണ്. ഇവിടെ ഒരു പരാതി കൊണ്ടുവന്നിട്ട് രാത്രിയോടും തന്നെ കയറി കയറുന്നത്. എപ്പോ ആരൊക്കെയെന്ന് ഇങ്ങനെ കൊണ്ട് പറയിപ്പിച്ചാൽ മതി. അണ്ണാ, അവനെ തീർത്തപ്പോൾ ലാഭം അണ്ണന് തന്നെ. 20 ലക്ഷം രൂപ അണ്ണൻ്റെ അക്കൗണ്ടിലും കയറി. പോലീസിന് പ്രതിയെയും കിട്ടി. അപ്പോൾ എൻ്റെ കാര്യമോ? എനിക്ക് തരാമെന്ന് പറഞ്ഞതോ? ഈ മെമ്പർ ഇവിടെ വരെ എത്തിയത് ഒരുപാട് കളികൾ കളിച്ചിട്ടാണ്. പൂച്ചയാവേണ്ടടുത്ത് പൂച്ചയായും പുലിയാവേണ്ടടുത്ത് പുലിയായും അവനെ തീർക്കുന്നത് എൻ്റെ ആവശ്യമായിരുന്നു. പിന്നെ നിനക്കുള്ളത് കൊലക്കേസിൽ പ്രതിയാവാതെ ഇന്ന് നീ ഇവിടെ നിൽക്കുന്നില്ലേ? അതാണ് നിനക്കുള്ള എൻ്റെ സമ്മാനം. മെമ്പറേ, ആ പൈസയും കിട്ടിയില്ലല്ലോ. ഒരുപാട് നാളായല്ലോ. മെമ്പർക്കായതുകൊണ്ടാണ് ഇത്രയും വലിയ തുക തന്നത്. അതറിയാമല്ലോ മെമ്പർക്ക്. മുരളി, ഇങ്ങനെ തരണമെന്ന് വാശി പിടിച്ചിരുന്നാൽ 100 500 ഒന്നും അല്ലല്ലോ. എപ്പോൾ തരണമെന്നുള്ളത് നമ്മൾ ഞങ്ങളിൽ എഗ്രിമെൻറ്റും ഇല്ല. ഞാൻ കുറച്ച് തിരക്കില്ല. നീ ഫോൺ വയ്ക്ക്. ഇതാരാ മുരളിയാ? ഇരിക്കി. ഒരെണ്ണം ഒഴിച്ച് കഴിക്കും. നല്ല ഒരെണ്ണം ഒഴിച്ച് കുറേ. ഞാൻ നിങ്ങളുടെ പാർട്ടി കൂടാൻ വന്നതല്ല, എൻ്റെ പൈസയ്ക്ക് വന്നതാ. മെമ്പറുടെ വിശ്വാസം കൊണ്ടാണ് ഒരു രേഖ പോലും ഇല്ലാതെ ഞാൻ ആ പൈസ തന്നത്. 1-2 രൂപയല്ല, 20 ലക്ഷം. എനിക്ക് എൻ്റെ പൈസ വേണം. നീ ഇരിക്ക്. എൻ്റെ പൈസ തരുള്ളൂ ഞാൻ പറഞ്ഞൊന്നുമില്ലല്ലോ. എനിക്ക് എൻ്റെ പൈസ അടുത്ത ആഴ്ച കിട്ടണം. ഇല്ലെങ്കിലോ നിനക്ക് വാങ്ങിക്കാൻ പറ്റി വാങ്ങിക്ക്. വീട്ടിൽ വന്ന് ചിലക്കാൻ അറിയിപ്പോടാ. നിനക്ക് പൈസ തരാൻ അറിയാമെങ്കിൽ എനിക്ക് തിരിച്ച് വാങ്ങിക്കാനും അറിയാം. ഒരാഴ്ച, അതാണ് എന്റെ സമയം. ഇന്ന് അവൻ എൻ്റെ വീട്ടിൽ കയറി എൻ്റെ കോളറിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അവൻ്റെ കൈ ഉയരില്ല, ഉയരാൻ പാടില്ല.
നാളെ നല്ല നിന്റെ അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ കയറിയിരിക്കും. എന്താ പോരെ? എന്താ സാറേ ഈ രാത്രിയില്? പൈസയും കൊണ്ട് വന്നതാ. ആർക്ക്? ആര് വന്ന പൈസ? ഞാനാണേ, അകത്തോട്ട് വരാമല്ലോ അല്ലേ? മുരളി, നീ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കഴുത്തിന് പിടിച്ചെങ്കിൽ നാളെ നീ ജനങ്ങളുടെ മുമ്പിൽ വെച്ചും എൻ്റെ കഴുത്തിൽ പിടിക്കും. അതെനിക്ക് നാണക്കേടല്ലേടേ. ഇതൊരു പൈസയുടെ കേസ്, അത് നീ അങ്ങ് മറന്നേക്ക്.